രാവിലെ അടുക്കളയിൽ കയറി ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കും എന്നിങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് ഇന്നലെ ബാക്കി വന്ന കുറേ സബ്ജികളൊക്കെ ഇരിക്കുന്നത് കണ്ട്. സബ്ജികളിൽ എന്തുവാ, നമ്മുടെ ഉരുളക്കിഴങ്ങുണ്ടായിരുന്നു, അതിനോട്ടത്തിൽ പരിപ്പ് കറി ഉണ്ടായിരുന്നു, പിന്നെ വേറെ എന്തോ ഇച്ചിരിച്ചൊക്കെ ഇരുന്നതെല്ലാം കൂടെ ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്തു ആട്ടയ്ക്കകത്ത്. അത് കഴിഞ്ഞ് ഒരു 3-4 ഉള്ളിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിനകത്തിട്ടു. നല്ല ടൈറ്റായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞ് ഇത് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തി തവയിൽ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് പിള്ളേർക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്നൊരു ചപ്പാത്തിയാണ്. കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റും തൈരിൻ്റെ കൂട്ടത്തിലൊക്കെ. ഞാനാണെങ്കിൽ ഇതിലൊരെണ്ണം ഉണ്ടാക്കി നമ്മുടെ കട്ടൻ കാപ്പിയും ഇതും കൂടെ കഴിച്ചു. കട്ടൻ കാപ്പി എനിക്ക് പരവേശമൊക്കെ മാറാൻ നല്ല അടിപൊളിയാണ്. നമ്മുടെ നാട്ടിൽ പണ്ട് കൂലിപ്പണിക്കാർക്കൊക്കെ ഈ കട്ടൻ കാപ്പി ഇഷ്ടം പോലെ ഇട്ട് നമ്മൾ കൊടുക്കാറില്ലായിരുന്നു. അതുപോലെ ഞാനും ഒരു പൊറാട്ടയും കട്ടൻ കാപ്പിയും കൂടെ കുടിച്ചു. ഇത് കുടിച്ചു കഴിഞ്ഞ് കുറേ നേരത്തേക്ക് എനിക്ക് വിശക്കാറില്ല. എനിക്ക് ഡയറ്റിങ്ങിനൊക്കെ തോന്നുമ്പം ഞാനിത് ഒരുപാട് ഇട്ട് വെച്ചിട്ട് ഇത് കുടിച്ചുകൊണ്ടിരിക്കാറുണ്ട്.